ഹായ്. ഇന്ന് ആദ്യം തന്നെ അരിയൊക്കെ കുക്കറിലാക്കി അടുപ്പേലാക്കിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ ചായ എടുത്തതാണ്. ഇന്ന് മോനും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 ചായ. മോള് ചായ കുടിക്കില്ല കേട്ടോ. അവള് നേരത്തെ എഴുന്നേൽക്കത്തുമില്ല. അവൾക്ക് ഇപ്പോൾ ക്ലാസ്സില്ലാത്തതുകൊണ്ട്. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ബീഫ് സ്റ്റൂവും ഇടിയപ്പവും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഉരുളക്കിഴങ്ങ് തലേദിവസം അരിഞ്ഞു വെച്ചാൽ കറക്കുമല്ലോ. അതുകൊണ്ട് അത് മാത്രം ഞാൻ രാവിലെയാണ് അരിഞ്ഞത്. ബാക്കിയെല്ലാം ഞാൻ നേരത്തെ ക്യാരറ്റും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പാലും ചേർത്ത് അത് വേവിക്കാൻ വെക്കുവാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി ലൈറ്റ് മഞ്ഞ കളറിലിരിക്കുന്ന സ്റ്റൂ ആണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത്. ചിലർക്ക് വെള്ള കളറിലിരിക്കുന്നതല്ല ഇഷ്ടം. പിന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അരിപ്പൊടിയാണ്. ഞാൻ അപ്പം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധാരണ ഇവിടെ അരിപ്പൊടി പൊടിക്കുകയാണ് ചെയ്യാറുള്ളത്. പൊടികളെല്ലാം മിക്കവാറും അങ്ങനെ മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഞാൻ മേടിച്ച് കഴുകി വെയിലത്തുണക്കി പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാക്കറ്റ് പൊടികൾ അധികവും വാങ്ങാറില്ല. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവൊക്കെ ചൂടുവെള്ളം വെച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ കറക്കുന്നതിനകത്ത് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്ന്. പക്ഷേ എനിക്ക് ഈസിയാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പൊടി അത് കുഴയ്ക്കുമ്പോൾ ഇച്ചിരി കൂടെ ലൂസാക്കി, ഒരുപാട് ലൂസാകല്ല, എന്നാലും അധികം ടൈറ്റ് ആകാതെ കുഴച്ചാൽ മതി. നല്ല എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇടിയപ്പമൊക്കെ ഈ കുക്കറിൽ അരി വെന്ത് കഴിഞ്ഞ് അതിലോട്ടാക്കാനാണ്. ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റൂവിനുള്ള ഇതെല്ലാം വെന്തു, ഉരുളക്കിഴങ്ങെല്ലാം വെന്തു. ഞാൻ ബീഫ് വേറെ വേവിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഉരുളക്കിഴങ്ങ് കൂടെ ബീഫിന് ഇച്ചിരി വേവുള്ളതാണ്. ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് ഉരുളക്കിഴങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിനുള്ള വെന്ത് കഴിഞ്ഞ് ഇച്ചിരി ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുവാണ്. അന്നേരത്തേന് അപ്പച്ചെമ്പിലെ വെള്ളം തിളച്ച് ഇടിയപ്പം വെക്കുവാണ്. ഒരു തട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ഒരു സ്റ്റീലിൻ്റെ ഒരെണ്ണം പുതിയത് വാങ്ങിക്കണമെന്ന് ഓർത്തിരിക്കുവാണ്. അപ്പോൾ സ്റ്റൂ എല്ലാം റെഡിയായി. ഉപ്പെല്ലാം നോക്കി ഒന്നാം പാലൊഴിച്ച് എടുക്കുവാണ്. ഒന്നാം പാലൊഴിച്ച് കഴിഞ്ഞ് തിളപ്പിക്കരുത്. പിന്നെ മോന് ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയും മോര് കറിയൊക്കെ വേറെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം റെഡിയായി. എല്ലാവരെയൊക്കെ പറഞ്ഞു വിട്ടേച്ച് ഞാൻ കാപ്പി കുടിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പം സ്റ്റൂവും കൂട്ടി ഞാൻ കഴിച്ചിട്ട് വരാം. ഇതുണ്ട്, സ്റ്റൂവൊക്കെ എല്ലാവരും കഴിച്ച് തീരാറായി. ലാസ്റ്റ് കഴിക്കാനിരിക്കുന്ന ഞാനാണ്. എല്ലായിടത്തും അങ്ങനെയാണല്ലോ, അമ്മമാരല്ലേ ലാസ്റ്റ് കഴിക്കുന്നത്. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.